ആശംസകൾ പറയുന്നതിന് മുമ്പ് കാരണം എനിക്ക് മുന്നേ വന്ന എല്ലാ അധ്യാപകരും ആശംസകളും മറ്റു കാര്യങ്ങളും ആശംസകളും അനുഗ്രഹങ്ങളും എന്നും ഉണ്ടാവും. ഞാൻ നിങ്ങൾക്ക് ചെറിയൊരു കഥ പറഞ്ഞുതരാം. ഒരു വെറൈറ്റി പണ്ടൊരിക്കൽ ഒരാള് കോഴിക്കോട് TBS സ്റ്റാളിൽ നിന്ന് ഒരു വേൾഡ് മാപ്പ് അഥവാ ലോക ഭൂപടം മേടിച്ചു. അത് തന്റെ വൈകുന്നേരത്തെ വർക്കെല്ലാം കഴിഞ്ഞ് ആ വേൾഡ് മാപ്പ് അഥവാ ലോക ഭൂപടമായിട്ട് എന്നിട്ട് അത് ടേബിളിൽ വെച്ചു. അങ്ങനെ അയാൾ അന്ന് കിടന്നുറങ്ങാണ്. പിറ്റേ ദിവസം രാവിലെ ഇദ്ദേഹത്തിന്റെ 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന 7 വയസ്സുള്ള മകൻ എന്ത് ചെയ്തു? രാവിലെ എണീറ്റ് നോക്കുന്ന സമയത്ത് സമയത്ത് അവന്റെ പരിപാടി എന്താന്ന് ചോദിച്ചെങ്കിൽ ഒരു കത്തിലേക്ക് എടുത്തിട്ട് ഈ വേൾഡിനെ പല കഷ്ണങ്ങളാക്കി കുറച്ച് കഴിഞ്ഞിട്ട് ഇയാള് നോക്കിയ സമയത്ത് സത്യം പറയാച്ചത് കാണുന്ന സമയത്ത് സങ്കടം തോന്നാം, ദേഷ്യം എല്ലാം കൂടി ഇയാൾക്ക്. കാരണം എന്താ വെച്ചെങ്കിൽ പുതിയ വേൾഡ് മാപ്പാണ്. അത് നേരെ അതിനു മുമ്പ് തന്നെ മകൻ അത് പല കഷ്ണങ്ങളാക്കി മാറ്റി. അങ്ങനെ ഇയാള് ഈ വേൾഡ് മാപ്പ് എല്ലാം കൂടി ഒട്ടിച്ച് ചേർത്ത് വെച്ചിട്ട് കുറെ നേരം ശ്രമിക്കുക. കുറെ നേരം 1 മണിക്കൂറിലധികം ശ്രമിച്ചിട്ടും ഈ വേൾഡ് മാപ്പ് എല്ലാം കറക്റ്റ് ആയിട്ട് ഒട്ടിക്കാൻ ചെയ്തിട്ട് പറ്റുന്നില്ല. ലാസ്റ്റ് ഇയാൾ ദേഷ്യം പിടിച്ചിട്ട് മകനോട് പറയാണ്, കൊടുത്തു കേട്ടോനെ, ഒരു 10 മിനിറ്റിനുള്ളിൽ ഞാൻ കുളിക്കാൻ പോവാണ്, തിരിച്ചു ഇറങ്ങുമ്പോഴേക്കന്നെ നീ ഇത് കംപ്ലീറ്റ് ശരിയാക്കി പറഞ്ഞിട്ട് അതിനെ ദേഷ്യപ്പെട്ടിട്ട് മകനോട് ഇദ്ദേഹം കുളിക്കാൻ കയറും. അങ്ങനെ ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇദ്ദേഹം കുളിച്ചിറങ്ങി വന്ന സമയത്ത് ഞെട്ടിപ്പോവാണ്. കാരണം മകൻ ഈ വേൾഡ് മാപ്പ് എല്ലാം വളരെ കൃത്യമായ രീതിയിൽ ഒട്ടിച്ചു വെച്ചിട്ടുണ്ട്. 1 മണിക്കൂറിലധികം ഇദ്ദേഹം പരിശ്രമിച്ചിട്ടും നേരെ എത്താൻ പറ്റാത്ത വേൾഡ് മാപ്പ് വെറും 10-15 മിനിറ്റിനുള്ളിൽ തന്നെ മകൻ ഇത് ശരിയാക്കിയ സമയത്ത് ഇദ്ദേഹം ആകെ അത്ഭുതപ്പെട്ടുകൊണ്ട് മകനോട് ചോദിക്കാണ്, മോനെ നീ പർവ്വതങ്ങളെ കുറിച്ചും പീഠഭൂമികളെ കുറിച്ചും സമതലങ്ങളെ കുറിച്ചും അതേപോലെ തന്നെ ഭൂഖണ്ഡങ്ങളെ കുറിച്ചൊന്നും നീ പഠിക്കുന്നില്ലല്ലോ, 2ാം ക്ലാസ് പഠിക്കുന്നില്ലല്ലോ, എന്നിട്ട് എങ്ങനെയാണ് നീ ഇത് വളരെ കൃത്യമായ രീതിയിൽ ശരിയാക്കിയത് ചോദിക്കാൻ. അപ്പൊ മകൻ അച്ഛനോട് പറയാണ്, അച്ഛൻ എന്ത് പീഠഭൂമി, എന്ത് സമതലം, എന്തൊക്കെയാണ് അച്ഛൻ പറയുന്നത്, അച്ഛൻ പറയണമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എന്ന് പറഞ്ഞിട്ട് മകൻ പറഞ്ഞു കൊടുക്കാണ്. എന്നിട്ട് മകൻ കാണിച്ചു കൊടുക്കാണ്. കാരണം എന്താണെന്ന് വെച്ചെങ്കിൽ ആ വേൾഡ് മാപ്പിന്റെ പിന്നില് സച്ചിൻ ടെണ്ടുൽക്കറിന്റെ ചിത്രം ഉണ്ടായിരുന്നു. ഈ മകൻ ചെയ്ത പരിപാടി എന്താന്ന് വെച്ചെങ്കിൽ ഈ വ്യക്തിനെ സച്ചിൻ ടെണ്ടുൽക്കറിന്റെ കണ്ണെവിടെ, കാതെവിടെ, മൂക്കെവിടെ എന്ന് ഈ കുട്ടിക്ക് നന്നായിട്ട് അറിയാം. അവൻ ഈ വേൾഡ് മാപ്പ് ഒരു ടാബ്ലറ്റ് വെച്ചിട്ട് സച്ചിൻ ടെണ്ടുൽക്കർ എന്ന് പറയുന്ന ഒരു വ്യക്തിനെ ഒരു ഭാഗത്ത് ശരിയാക്കുമ്പോൾ, രൂപപ്പെടുത്തുമ്പോൾ അതിന്റെ മറുവശത്ത് ഒരു ലോകം തന്നെ രൂപപ്പെടുകയായിരുന്നു. ആ ഒരു ലോകത്തിലെ ഒരു വ്യക്തിയായിട്ട് നിങ്ങൾ ഓരോരുത്തരും മാറട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു.